إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, ഇതാ മുഅ്മിനീങ്ങൾക്ക് മേൽ അവൻ അനുഗ്രഹമായി ചെയ്ത കാര്യമാകുന്നു നിങ്ങൾ നിന്ന് തന്നെയുള്ള അഥവാ മനുഷ്യനായ ഒരു റസൂൽ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു റസൂലിനെ നിയോഗിച്ചു തന്നിരിക്കുന്നു. എന്താണ് ആ റസൂൽ ചെയ്യുന്ന കാര്യം? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുകയും അഥവാ നിങ്ങളെ തിന്മകളിൽ നിന്ന് കരകയറ്റുകയും അതുപോലെ തന്നെ നന്മകൾ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരികയും ചെയ്യുന്ന ഒരു റസൂൽ നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നു. നിങ്ങളാവട്ടെ അതിനു മുൻപ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു ഇവിടെ അനുഗ്രഹമായി എടുത്തു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനീങ്ങൾക്ക് നിയോഗിച്ചത് വലിയ അനുഗ്രഹമാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. അവനിൽ പങ്കുചേർക്കുന്നതിനെ നിരോധിക്കുകയും ചെയ്തു. ആകാശഭൂമികളെക്കാൾ വിസ്തീർണമുള്ള സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹിയുടെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. നരകത്തെ തൊട്ട് നമ്മോട് താക്കീത് ചെയ്തു. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദീകരിച്ചു തന്നു. റിസാലത്ത് പൂർത്തിയാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരെ പരിശ്രമിക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വിട്ടേച്ച് പോയതാകട്ടെ തെളിഞ്ഞ മാർഗത്തിലും അതിന്റെ രാത്രി പോലും പ്രകാശപൂരിതമായ പകൽ പോലുള്ള മാർഗം, ആ മാർഗത്തിൽ നിന്ന് നശിച്ചവനല്ലാതെ വഴിതെറ്റി പോവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മേൽ നിർബന്ധമായ കാര്യം ഈ ഒരു അനുഗ്രഹത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട കാര്യമാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്. അഥവാ ഈ മഹത്തായ ദീനിലേക്ക് നാം എത്തിപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരണമായി നിശ്ചയിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? ബുദ്ധിയില്ലാത്ത ഒരു മല പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് മലക്ക് മുകളിൽ കയറിയപ്പോൾ അവിടുന്ന് പറഞ്ഞ സന്ദർഭം എന്തായിരുന്നു? അവിടുന്ന് പറയുകയാണ്, ഉഹദുൻ ജബൽ യുഹിബ്ബുനാ വ നുഹിബ്ബു. ഇതാ ഈ ജബൽ ഉഹദ് എന്നുള്ളത്, ഉഹദ് മല എന്നുള്ളത്, അതിനെ നാമും സ്നേഹിക്കുന്നുണ്ട്, അത് നമ്മയും സ്നേഹിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ സഹോദരങ്ങൾ, എങ്ങനെയാണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാതിരിക്കാൻ സാധിക്കുക? ഒരു കല്ല് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന്ന ഹജറൻ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ യുബ്അസ്. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ എന്നോടൊരു കല്ല്, മക്കയിൽ ഉണ്ടായിരുന്ന ഒരു കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു. ഇന്നി അരിഫുഹുൽ ആൻ, ആ കല്ല് ഏതാണ് എന്ന് എനിക്കിപ്പോഴും അറിയാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ റസൂലിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? ഒരു മരത്തടി പോലും, ജീവനില്ലാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത ഒരു മരത്തടി പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? അതേ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിയിരുന്നത് ആദ്യം ഒരു ഈന്തപ്പന മരത്തടിക്ക് മുകളിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മറ്റൊരു മിമ്പർ പണിയപ്പെട്ടപ്പോൾ മഹാനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹന്നൽ ജിസ്ഉ, അതാ ആ മരത്തടി ഏങ്ങലിട്ട് കരയുകയാണ്. കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ കരയുന്നത് അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി എനിക്ക് മുകളിൽ നിന്നുകൊണ്ടല്ലാലോ ഖുതുബ പറയുക, പ്രസംഗിക്കുക എന്ന ആ ഒരു വേർപാടിന്റെ വേദനയിൽ ഒരു മരത്തടി ഇതാ ഇങ്ങനെ ഏങ്ങലിട്ട് കരയുകയാണ്. ഇബ്നു ഉമർ പറയുകയാണ്, സഹാബിമാർ ആ ഏങ്ങലടി കേട്ടു എന്നാണ്. അങ്ങനെ ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമസഹ അലൈഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തടിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ തടവി. അങ്ങനെ ആ മരത്തടി ഇതാ ആ ഏങ്ങലടി നിർത്തുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിമിന്റെ മേൽ, ബുദ്ധിയുള്ള മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്. എത്രത്തോളം സ്വന്തത്തെക്കാളും ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ജനങ്ങളെല്ലാവരേക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങളുടെ ഈമാൻ പരിപൂർണമായ ഈമാൻ ആവുകയില്ല എത്രത്തോളം, എപ്പോഴല്ലാതെ ജനങ്ങളിലെ എല്ലാ ആളുകളെയും ഉപ്പയെക്കാളും ഉമ്മയെക്കാളും സ്വദേഹങ്ങളെക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അതിനാൽ തന്നെ ഈ ഒരു പദവിയിലേക്ക് എത്താൻ നാം ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കണം. അതെ, നമ്മൾ നമ്മളെക്കാളും സ്നേഹിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വദേഹങ്ങളെക്കാളും അടുത്തവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വദേഹം ക്ഷണിക്കുന്നത് ദേഹേച്ഛയിലേക്കും അതുപോലെ തന്നെ ഹറാമായ ആസ്വാദനങ്ങളിലേക്കുമാണ്. എന്നാൽ സന്മാർഗിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ക്ഷണിക്കുന്നത് ദുനിയാവിലെയും ആഖിറത്തിലെയും സൗഭാഗ്യത്തിലേക്കാണ്. അതിനാൽ നമ്മൾ നന്നായി സൂക്ഷിക്കണം. റസൂലിനേക്കാൾ നമ്മൾ നമ്മളെ തന്നെയോ അതല്ല സൃഷ്ടികളിൽ മറ്റാരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവൻ അഥവാ സ്വന്തത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സൃഷ്ടികളിൽ മറ്റാരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ആയത്ത് അവൻ നന്നായി ആലോചിച്ചു കൊള്ളട്ടെ. ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതാ നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെയും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ ഇണകളെയും നിങ്ങളുടെ കുടുംബക്കാരെയും അതുപോലെ തന്നെ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന കച്ചവടത്തെയും നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനേക്കാളും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനയുമായി വരുമെന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിരീങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫതറബ്ബസു ഐ ഫൻതദിറു. എന്താണ് സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തു നിൽക്കുക, നിങ്ങൾ കാത്തിരിക്കുക. അയ്യുസീബകും ബിഇഖാബിഹി വനകാലിൻ മിനല്ലാഹ്,
എന്താണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനേക്കാളെയും ദുനിയാവിൽ തുച്ഛമായ സമ്പത്തിനെയും ഭാര്യമാരെയും അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് നിങ്ങൾ ഭയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. വനകാലിം മിനല്ലാഹ്, അള്ളാഹുവിന്റെ കോപവും നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് റസൂലിനെ നാം അങ്ങേയറ്റം സ്നേഹിക്കണമെന്നത് തന്നെയാണ്. ചിലർ നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ 3 വിഭാഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ 3 തട്ടിലാണ്. ഒന്നാമത്തെ കൂട്ടർ ആരാണവർ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞവർ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇലാഹിന്റെ സ്ഥാനം നൽകിയ ആളുകൾ. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇവർ പിഴച്ച ആളുകളാണ് അല്ലേ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ അദൃശ്യമായ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം എന്ന് വാദിക്കുന്ന ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനത്തേക്കല്ല അതിനേക്കാൾ മുകളിലേക്ക് ഉയർത്തിയ ആളുകളുണ്ട്. അവർ പിഴച്ച ആളുകളാണ്. ആരാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ ആളുകൾ? ഇതാണ് ഒന്നാമത്തെ ആളുകൾ. ആരാണ് രണ്ടാമത്തെ ആളുകൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ വളരെ അലംഭാവം കാണിക്കുന്നവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ പദവി കൊടുക്കുന്നത് സ്വാലിഹീങ്ങളോടും ഔലിയാക്കളോടും തങ്കന്മാർക്കും ബീവിമാർക്കും ബാവമാർക്കും സ്ഥാനം കൊടുക്കുന്ന ആളുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോ അതുപോലെ തന്നെ വിരോധങ്ങളോ മുഖവിലക്കെടുക്കാത്ത ആളുകൾ, ഇവരും പിഴച്ചവരാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാതെ സ്വാലിഹീങ്ങളെയും അതുപോലെയുള്ള ആളുകളെയും വിളിച്ചു തേടുന്ന ആളുകൾ, ഇവരും വഴിപിഴച്ചവരാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ കൂട്ടർ ആരാണവർ? അവരാണ് മധ്യമ നിലപാടുള്ള ആളുകൾ. അതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്? അതേ മാതൃകയിലായിരിക്കണം നാമും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഠിനമായ സ്നേഹമുള്ളവരായിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവർ അതിര് കവിയുകയോ അതുപോലെ തന്നെ അലംഭാവം കാണിക്കുകയോ ചെയ്തില്ല. അവർ മധ്യമ നിലപാടുള്ളവരായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം അറിയണം, നാം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാൻ ആകാശത്തു നിന്ന് പരിശുദ്ധപ്പെടുത്തിയവരാണ് സ്വഹാബത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകൾ. അവർ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്ന് നാം ഓരോരുത്തരും പഠിക്കണം. അതേ സഹോദരങ്ങളെ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച ആളുകളാണ്. ദുനിയാവിലും ആഖിറത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇദാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് പറയുകയാണ്, ഇതാ അബൂബക്കറെ, എനിക്കിതാ ഹിജ്റക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ എനിക്കിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവിടുത്തെ മറുപടി? എന്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? ഇതാ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പീഡിപ്പിച്ചിരുന്നു, പ്രയാസപ്പെടുത്തിയിരുന്നു, വാക്കുകൊണ്ടും അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ടും. അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ നിങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ എനിക്കും പ്രയാസം ബാധിക്കുമെന്നാണോ അവിടുന്ന് പറഞ്ഞത്? എന്തായിരുന്നു അവിടുന്ന് കൊടുത്ത മറുപടി? അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഞാനും അങ്ങോടൊപ്പം ഞാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നഅം, അതെ, നീയും എന്നോടൊപ്പം വന്നുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫബക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുകയാണ്. ഇതായിരുന്നു സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. അതേ എന്ന് മറുപടി നൽകിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അവിടുന്ന് കരയുകയാണ്. അവിടുന്ന് ഒരിക്കലും പിന്നോട്ടടിക്കാൻ അവിടുന്ന് മനസ്സിൽ ഒരു വട്ടം പോലും അവിടുന്ന് കൊതിച്ചില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മഹാനായ സഹാബി, മറ്റൊരു സഹാബി റബീഅത്ത് ബിനുൽ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വുളു എടുക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം നൽകുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെയ്ത കാര്യം കണ്ടപ്പോൾ ആ സഹാബിയോട് പറഞ്ഞു, റബീഅയോട് പറഞ്ഞു, സൽ, നീ ചോദിച്ചുകൊള്ളുക, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് നീ ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ്? ദുനിയാവിലെ സമ്പത്ത് എനിക്ക് വേണമെന്നല്ല, എനിക്ക് കൊട്ടാരം വേണമെന്നല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന,
അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളോടൊപ്പം അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിലും അങ്ങയോടൊപ്പം തന്നെ ആകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മറുപടി കൊടുക്കുകയാണ്. എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? നീ എന്നെ ധാരാളമായി സുജൂദ് ചെയ്തുകൊണ്ട് സഹായിക്കണം, അഥവാ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നോടൊപ്പം കൂടാൻ എന്നെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅക്ക് മറുപടി കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവരുടെ ആഗ്രഹം നോക്കൂ. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ് അവരുടെ അതിയായ ആഗ്രഹം. മറ്റൊരു സംഭവം, സ്വഹാബിമാരിൽ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, റസൂലേ, ഇന്നി ലഅകൂനു ഫീ ബൈതി ഫഅസ്കുറുക ഫമാ അസ്ബിറു ഹത്താ ആതിയക. റസൂലേ, ഞാൻ വീട്ടിലുണ്ടാകുന്ന വേളയിൽ അങ്ങയെപ്പറ്റി ഞാൻ ഇങ്ങനെ ഓർക്കും. എനിക്ക് അങ്ങയെ ഓർത്തു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ എന്റെ മനസ്സിങ്ങനെ ആഗ്രഹിക്കും. എന്റെ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുന്നില്ല. ഫഅൻദുറു ഇലൈക്, എനിക്ക് എന്ത് വേണം റസൂലെ? അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. എന്റെ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുന്നില്ല. വഇന്നി അസ്കുറു മൗതി വമൗതക്. റസൂലെ, അങ്ങയുടെ മരണത്തെപ്പറ്റിയും എന്റെ മരണത്തെപ്പറ്റിയും ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി. എന്റെ മരണത്തെപ്പറ്റിയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെപ്പറ്റിയും ഞാനിങ്ങനെ ആലോചിച്ചു. വഅറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന റുഫിഅത മഅൻ നബിയ്യീൻ വഇദാ ദഖൽതുൽ ജന്ന ഖശീതു അല്ലാ അറാക്. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങിതാ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നബിമാരോടൊപ്പം അങ്ങേ ഉയർത്തപ്പെടും, നബിമാരോടൊപ്പം അങ്ങേ ചേർത്തപ്പെടും. ഞാൻ ഭയപ്പെടുന്നത് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങയെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് ആ മഹാനായ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടുന്ന് ജിബ്രീൽ വഹയുമായി വരുന്നത് വരെ അങ്ങനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? അല്ലാഹു പറയുകയാണ്, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവർ നാളെ നബിമാരോടൊപ്പവും അതുപോലെ തന്നെ സുദ്ദീഖീങ്ങളോടൊപ്പവും ശുഹദാക്കളുടെ കൂടെയും സാലിഹീങ്ങളുടെ കൂടെയുമായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസവും ബാധിക്കുമോ എന്ന് അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസവും ബാധിക്കുമോ എന്ന് ഭയപ്പെട്ട ആളുകളായിരുന്നു സഹാബിമാരെന്നുള്ളത്. ഒരു രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കൊഴിച്ച് ഇരിക്കുകയുണ്ടായി. എന്താണ് അതിനുള്ള കാരണം? മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലതും ചെയ്തു കളയുമോ എന്ന് കരുതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കൊഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് എന്താണ് സഹോദരങ്ങളെ ഉണ്ടായത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി യഹ്റുസുനി അല്ലൈല. ഞാൻ കൊതിച്ചു പോവുകയാണ്, ഏതെങ്കിലും ഒരാൾ, എന്റെ സഹാബിമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി രാത്രി എനിക്ക് കാവലിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വബൈനാ നഹ്നു ദാലിക ഇദ് സമിഅനാ ഖശ്ഖശത സിലാഹ്. നമ്മൾ ആ അവസ്ഥയിലായിരിക്കെ ഇതാ ചില ആയുധങ്ങളുടെ ശബ്ദം നമ്മൾ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില ആയുധങ്ങളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഹാദാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, ആരാണത്? ഈ ശബ്ദം കേട്ടപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് കാവലിരിക്കുകയാണ്. ഖാല വമാ ജാഅ ബിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മറുപടി ചോദിച്ചു, എന്തിനാണ് നീ വന്നത്? എന്താണ് നിന്നെ ഇവിടെ എത്തിച്ച കാര്യം? വഖഅ ഫീ നഫ്സി ഖൗഫൻ അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജിഅതു അഹ്റുസുഹു. ഞാൻ വന്നത് ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും ബാധിക്കുമോ, വല്ല പ്രയാസവും നേരിടേണ്ടി വരുമോ എന്നാലോചിച്ച് എനിക്ക് ഭയമുണ്ടായപ്പോൾ ഇതാ ആ റസൂലിന് കാവലിരിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് അവിടുന്ന് മറുപടി നൽകി. നോക്കൂ സഹോദരങ്ങളെ, അതിയായ താല്പര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്ന് അവരങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അങ്ങേയറ്റം സംരക്ഷിക്കുമായിരുന്നു. അതിനുള്ള രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ബദറിലെ ഒരു സംഭവം, മഹാനായ സഹാബി
10 സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സഹാബിമാരിൽപ്പെട്ട മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എന്താണ് സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിൽ അദ്ദേഹം സഫിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്തു, ഞാൻ എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നോക്കുകയുണ്ടായി. ഇത് ഗുലാമൈനി മിനൽ അൻസാർ ഹദീസത്തിൻ അസ്നാനുഹും ഫഗമസനി അഹദുഹുമാ ഫഖാൽ. അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നോക്കിയപ്പോൾ പല്ല് മുളച്ചതായ 2 കുട്ടികൾ അഥവാ ചെറിയ 2 കുട്ടികൾ എന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ എന്നോട് ഇതാ ചോദിക്കുകയാണ്, അതഅരിഫു അബാ ജഹൽ, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അങ്ങേക്ക് അബാ ജഹൽ അല്ലെങ്കിൽ അബൂ ജഹൽ ആരാണ് എന്ന് അറിയാമോ? ഫഖാല നഅം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മറുപടി നൽകി, അതെ എനിക്കറിയാം. അപ്പോൾ ആ മഹാനായ സഹാബി ആ കുട്ടിയോട് ചോദിക്കുകയാണ്, മാ ഹാജതുക യബ്ന അഖി, എന്താണ് അബൂജഹലിനെ നിനക്ക് എന്തിനാണ് ആവശ്യം, എന്താണ് നിനക്ക് അബൂജഹലിനെ കൊണ്ടുള്ള ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി കൊടുത്ത മറുപടിയുണ്ട്. ആ കുട്ടി കൊടുത്ത മറുപടിയുണ്ട്. എന്താണത്? സമിഅതു ബി അന്നഹു യസുബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹൽ ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതാ എന്നിട്ട് പറയുകയാണ്, ആ ചെറിയ കുട്ടി പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലാ യുഫാരിഖു സവാദി സവാദുഹു ഹത്താ യമൂത അജലു മിന്നാ, ഇതാ എന്റെ ശരീരവും അവന്റെ ശരീരവും ഏറ്റുമുട്ടി മരിക്കുന്നതുവരെ ഞാൻ അവരോട് പോരാടുക തന്നെ ചെയ്യുമെന്ന് പല്ല് മുളച്ച ഒരു കുട്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. സുമ്മ ഗമസൽ ഗുലാമു സ്സാനി ഫഖാല മിസ്ല ദാലിക്, രണ്ടാമത്തെ കുട്ടിയും ഈ കുട്ടി പറഞ്ഞതുപോലത്തെ മറുപടി തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് മറുപടി നൽകുകയുണ്ടായി, അല്ലെങ്കിൽ ചോദിക്കുകയുണ്ടായി. ഫദല്ലഹുമാ അലാ അബീ ജഹലിൻ ഫഖതലഹു ലഅനഹുല്ലാഹ്. അങ്ങനെ ഇതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അബൂജഹലിന്റെ അടുക്കലേക്ക് പോയി. ഈ ഉമ്മത്തിലെ ഫിർഔനിനെ വധിച്ചു കളഞ്ഞത് 2 ചെറിയ കുട്ടികളാണ് എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചുകുട്ടികൾ, സഹാബിമാരിൽപ്പെട്ട ചെറിയ കുട്ടികൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ സംഭവം ഉഹദിന്റെ രണാങ്കണത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി സഹാബിമാരിതാ കണിഞ്ഞ് പരിശ്രമിക്കുകയാണ്. കാരണം ചെറിയൊരു ധാരണ പിശകിൽ സഹാബിമാർക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു ഉഹദിൽ. അങ്ങനെ ഇതാ പല ആളുകൾക്ക് മുറിവുകളും വെട്ടുകളും ഏൽക്കുന്ന ആ വേളയിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ അവിടുത്തെ സഹാബിമാർ കണിഞ്ഞ് പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഒരമ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് തറക്കാൻ പോകുന്ന വേളയിൽ മഹാനായ സഹാബി ഇദാ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് പറയുകയാണ്, അഫ്വാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് പറയുകയാണ്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് ലാ യസ്ഖുതു അലൈക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗം നഹ്രി ദൂന നഹ്രിക്. റസൂലേ, അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരമ്പ് പോലും ഏൽക്കുകയില്ല എന്റെ തൊണ്ടക്കുഴിയിലൂടെ അങ്ങയുടെ തൊണ്ടക്കുഴിയിൽ എത്തിയാലല്ലാതെ. നോക്കൂ സഹോദരങ്ങളെ, അവരുടെ സ്വന്തം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ത്യജിക്കാൻ മഹാനായ സഹാബിമാർ അവർ അങ്ങേയറ്റം ഊറ്റം കൊണ്ടിരുന്നു. അവർ ആഗ്രഹിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും പറ്റുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് സഹോദരങ്ങളെ സഹാബിമാർ. ഇത് മാത്രമല്ല, എങ്ങനെയാണോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷവിധാനം, അതുപോലെ തന്നെ അവിടുത്തെ രൂപം എങ്ങനെയായിരുന്നു എന്ന് അവർ ജീവിതത്തിൽ പകർത്തിയിരുന്ന ആളുകളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. എന്താണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു ഇത് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ, അവർക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിലാണ് എല്ലാവിധ നന്മയും ഉള്ളത് എന്ന് അവർക്കറിയാം. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം പിൻപറ്റിയിരുന്നു എന്ന് അറിയിക്കുന്ന ഒരു സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു, ഇമാമ് നിന്നുകൊണ്ട് നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചെരുപ്പ് അഴിക്കുകയുണ്ടായി. ഇത് കണ്ട വേളയിൽ സഹാബിമാരെല്ലാവരും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പഴിച്ചതുകൊണ്ട് അതാ സഹാബിമാരും ആ ചെരുപ്പഴിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിച്ചത്? നിങ്ങൾ എന്ത് കാരണത്താലാണ് ചെരുപ്പഴിച്ചത്? റസൂലേ, മറുപടി പറയുകയാണ് സഹാബിമാർ, റസൂലേ, അങ്ങിതാ ചെരുപ്പഴിക്കുന്നത് കണ്ടു, അതുകൊണ്ട് നമ്മളും അഴിച്ചു എന്ന് സഹാബിമാർ മറുപടി പറയുകയാണ്. റസൂൽ പറഞ്ഞു, ജിബ്രീൽ വന്നുകൊണ്ട് എന്നോട് അറിയിച്ചു,
നിങ്ങളുടെ ചെരുപ്പിനുമേൽ ഒരു നജസുണ്ട്, അത് അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ചെരുപ്പ് ഊരി വെച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയുണ്ടായി. സഹോദരങ്ങളെ നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു സഹാബിമാരെന്നുള്ളത്. നമ്മൾ വെറുതെ വാദിച്ചതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്, ഇതാ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. എവിടെ സഹോദരങ്ങളെ റസൂലിന്റെ സ്നേഹം നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ. എവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായതുപോലുള്ള താടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു. എവിടെ നിന്റെ മുഖത്ത് താടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലായിരുന്നു. എവിടെ നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ വക്തിനും ജമാഅത്തായി നിസ്കരിച്ചവരായിരുന്നു. എവിടെ നിന്റെ നിസ്കാരം? എന്താണ് നിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? ഓരോ ആളുകളും സ്വന്തത്തോട് ചോദിക്കുക, എന്നിട്ടൊന്ന് ആലോചിച്ചു നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവനാണോ ഞാൻ, അല്ല മറ്റുള്ളവരെ പോലെ വെറും വാദിക്കുന്നവൻ മാത്രമാണോ എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സഹാബത്തിന്റെ സ്നേഹത്തിൽപ്പെട്ടതായിരുന്നു അവിടുന്ന് കൽപ്പിച്ച കാര്യം പ്രാവർത്തികമാക്കുകയും വിരോധിച്ച കാര്യം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബിമാർക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഒരു കാര്യം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സഹാബിമാർക്ക് മറ്റൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനാ വിരോധം പ്രാവർത്തികമാക്കുന്നതിൽ അവർ അങ്ങേയറ്റം മത്സരിക്കുന്നവരായിരുന്നു. ആ വിഷയത്തിലും അനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹാബിമാർ അതെങ്ങനെയായിരുന്നു പ്രാവർത്തികമാക്കിയത് എന്ന് നമുക്ക് ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു സ്വർണത്തിന്റെ ആഭരണം ധരിച്ചു വരികയുണ്ടായി, ഒരു മോതിരം ധരിച്ചു വരികയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആണുങ്ങൾക്ക് ഹറാമായ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വലിച്ചൂരി എറിയുകയുണ്ടായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇതാ ആ സഹാബി നടന്നു നീങ്ങിയപ്പോൾ മറ്റുള്ള സഹാബിമാർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണത്? അതെടുത്തുകൊണ്ട് നിങ്ങൾ വിറ്റുകൊണ്ട് മറ്റു വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങേക്ക് എടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി കൊടുത്ത മറുപടിയുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചതായ ഒരു കാര്യം പിന്നീട് ഞാൻ അത് എടുക്കുകയില്ല എന്ന് സഹാബിമാർ പറഞ്ഞ സന്ദർഭം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് അതിനുള്ള കാരണം? റസൂലിന്റെ കൽപ്പന എങ്ങാലും ഞാൻ ധിക്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നശിച്ചു പോകുമെന്നുള്ള ആ ഒരു ഭയത്താലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്, ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും നമ്മിൽ തന്നെ നോക്കേണ്ടതുണ്ട്, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനാ വിരോധങ്ങളിൽ നമ്മുടെ നിലപാട് എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കണം. ഇതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് സമൂഹത്തിനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലേ സഹോദരങ്ങളെ, ചിലരെങ്കിലും പറയുന്നതായി കേൾക്കാറുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും? സഹോദര, ഒരു സമൂഹവും നിന്റെ ഖബറിലേക്ക് ഉണ്ടാവുകയില്ല, നീയും നിന്റെ അമലുമല്ലാതെ നാളെ ഖബറിൽ മറ്റൊരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏത് സമൂഹം എന്ത് വിചാരിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കാതിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മുന്നിൽ തലകുനിക്കാതിരിക്കുക, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. ഈ വിഷയമാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നുള്ള വിഷയം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സുന്നത്തിന്റെ വിഷയം, ഇതെല്ലാം സഹാബിമാർ എങ്ങനെയായിരുന്നു അവർ പ്രാവർത്തികമാക്കിയത് എന്ന് നാം ഓരോരുത്തരും പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മതവിജ്ഞാനം എന്നുള്ളത്, ദീനിയായ അറിവ് എന്നുള്ളത് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും ബാധ്യതയായ കാര്യമാണ്, ഖത്തീബിന് മാത്രം ബാധ്യതയായ കാര്യമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും പള്ളിയിലെ ഇമാമിന് മാത്രം ബാധ്യതയായ കാര്യമല്ല, ഓരോ മുസ്ലിമിനും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നിനക്ക് നിസ്കരിക്കാൻ അറിയില്ല എങ്കിൽ നീ ഭയപ്പെടണം. എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് നിനക്ക് അറിയില്ലെങ്കിൽ നീ ഭയപ്പെടണം.
അതുപോലെ തന്നെ നിന്റെ നിർബന്ധമായ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിനക്കറിയില്ല എങ്കിൽ നീ ഭയപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്, നമ്മൾ ദീനിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക. അതിലാണ് എല്ലാവിധ വിജയവുമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.